കീം റാങ്ക് പട്ടികയ്ക്കായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന മാറ്റം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ചോദ്യം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തും സജീവ രാഷ്ട്രീയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന വാർത്ത കേരളത്തിന് ഏറെ ആശ്വാസം നൽകുന്നതായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള ഈ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. യമൻ പൗരനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത്, അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമെന്ന് കേരളത്തിന് കണക്കാക്കാൻ കഴിയുന്ന ഒരു വാർത്തയുള്ളത് നിമിഷപ്രിയയുടെ സംഭവം തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ, നയതന്ത്ര ഇടപെടലും ഒപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുമായൊക്കെ തന്നെ നടത്തിയ ചർച്ചകൾ ഫലം കണ്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അതേസമയം തന്നെ മറ്റൊരു രീതിയിൽ പല മാധ്യമങ്ങളും കാര്യങ്ങളെ വളച്ചൊടിക്കുന്നുണ്ട്. മറ്റ് ചില മതപണ്ഡിതരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ മാറ്റിവെക്കാൻ ഇടയായത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കൃത്യമായ ചർച്ചകൾ നയതന്ത്ര തലത്തിലും ഒപ്പം തന്നെ യമൻ ഭരണകൂടത്തിൽ വ്യക്തമായ സ്വാധീനമുള്ള വ്യക്തികളുമായി ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ചർച്ചകൾ നടത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ BJPയുടെ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് താൽക്കാലികമായ ഒരു പരിഹാരം, അതായത് ഈ വധശിക്ഷ മാറ്റിവെക്കുക എന്നുള്ള താൽക്കാലികമായ പരിഹാരമല്ല വേണ്ടത്, മറിച്ച് ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. അതായത് നിമിഷപ്രിയയെ പൂർണ്ണമായും മോചിപ്പിച്ച് ഭാരതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യവുമായി വിദേശകാര്യ മന്ത്രാലയവും ഭാരതത്തിൻ്റെ സർക്കാരും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയാണ്. ആ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്നാൽ ആ ചർച്ചകൾ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഒരു തരത്തിലും പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് പുറത്തുവിടുന്നത് അത് ഈ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് അനിൽ ആന്റണി അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നാളെയും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കീമുമായി ബന്ധപ്പെട്ടതാണ്. കീം ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അവിടെ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് പ്രധാനമായും ചോദിച്ചത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അതായത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ സർക്കാർ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേപോലെ തന്നെ പ്രോസ്പെക്ടസിൽ ഈ അവസാന നിമിഷം മാറ്റം വരുത്തിയത് എന്തിനാണ് എന്നുള്ള ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് കോടതി വ്യക്തമാക്കിയത് ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമായതിനാൽ തന്നെ ഒരു കാര്യമായ ഇടപെടൽ, അതായത് സ്റ്റേ അടക്കമുള്ള ഒരു നടപടികളിലേക്ക് കോടതി കടക്കാൻ ഇടയില്ല എന്നുള്ളതാണ് നിയമ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റിസ് നരസിംഹയുടെ ബെഞ്ച് ഇന്ന് കാര്യങ്ങളെ വിലയിരുത്തിയപ്പോൾ അത്തരത്തിലാണ് ഇതിനെ വീക്ഷിച്ചതും നോക്കിക്കണ്ടതും. അതായത് വിദ്യാർത്ഥികളുടെ ഭാവി ഇതിൽ പ്രധാന ഘടകമാണ് എന്നുള്ളത് CBSE വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ CBSE സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയിൽ അവർ ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കോടതി ഈ ഒരു വിഷയത്തിൽ അങ്ങനെ കാര്യമായൊരു ഇടപെടൽ ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നിപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവിടെ ഒരു വ്യാജ ബോംബ് ഭീഷണി ലഭിച്ചു എന്നുള്ളതാണ് ദേശീയ തലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതായത് അവിടുത്തെ ടവറിൽ ബോംബ് വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി അത് പൊട്ടിത്തെറിക്കുമെന്നുള്ളൊരു ഇമെയിൽ സന്ദേശം വന്നത് സഖാവ് പിണറായി വിജയൻ എന്നുള്ള ഒരു ഇമെയിൽ അക്കൗണ്ടിൽ നിന്നുമായിരുന്നു. ഈ ഇമെയിൽ സന്ദേശം എത്തിയത് BSEയുടെ ഇമെയിലിലേക്കായിരുന്നു ഈ സന്ദേശം എത്തിയത്. ഏതായാലും പോലീസും അതേപോലെ തന്നെ ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയെങ്കിലും അവിടെ യാതൊന്നും കാണാൻ സാധിച്ചില്ല. അത് വ്യാജ ഭീഷണിയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് അവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഈ സഖാവ് പിണറായി വിജയൻ എന്നുള്ള ഇമെയിൽ അക്കൗണ്ടിൻ്റെ ഉടമയെയും അത് സന്ദേശം അയച്ച ആളിനെയും കണ്ടെത്തുവാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഒപ്പം തന്നെ ഇസ്കോണുമായി ബന്ധപ്പെട്ട് കാനഡയിലെ ടൊറാൻഡോയിൽ നടത്തിയ ഒരു രഥയാത്രയ്ക്ക് നേരെ മൊട്ടേറുണ്ടായി. അതിനെ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കനേഡിയൻ ഭരണകൂടത്തോട് ഇതുമായി ബന്ധപ്പെട്ട് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്ത്യൻ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിദേശകാര്യ വക്താവ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. രൺധീർ ജയ്സ്വാൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് ഇത് ഐക്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. കർശനമായ നടപടി വേണമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഇന്ന് വളരെ ഒരു വാർത്താ പ്രാധാന്യമുള്ള ദിനമായിരുന്നു. നാളെയും കീം പരീക്ഷ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. സുപ്രീം കോടതി നാളെ ഈ കീം വിഷയത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് കടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ശശി തരൂർ വിഷയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നാളെ ഉണ്ടായേക്കാം എന്നുള്ളതായിരിക്കും ഡൽഹിയിൽ നിന്നുമുള്ള പ്രധാന സംഭവങ്ങൾ.